എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചില കാര്യങ്ങളിൽ പൈസ ചിലവാക്കാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. അതെന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. പൈസ ചിലവാക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ലാത്ത ഒന്നാമത്തെ കാര്യമാണ് റിലേഷൻഷിപ്സ് ദാറ്റ് മാറ്റേഴ്സ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കുറച്ച് പൈസ ചിലവാകുകയാണെങ്കിൽ അതിന് മടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന, നമുക്ക് നല്ല എനർജി, പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പൈസ ചിലവാകുകയാണെങ്കിൽ അതൊരു നഷ്ടമായിട്ട് കരുതേണ്ടതില്ല. നമുക്ക് ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് തീർച്ചയായും ആ ബന്ധങ്ങൾ നമ്മളെ സഹായിക്കും. നമുക്ക് ചിലവായ ക്യാഷിൻ്റെ 10 ഇരട്ടി ഗുണം നമുക്ക് ആ ബന്ധങ്ങളിൽ നിന്ന് കിട്ടും. പിന്നെ പൈസ ചിലവാക്കാൻ മടിക്കേണ്ടാത്ത രണ്ടാമത്തെ കാര്യമാണ് മെൻ്റൽ ഫിറ്റ്നസ്. നമുക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടാനായിട്ട് അത് നമുക്ക് ചിലപ്പോൾ ചില മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റുകൾ കേൾക്കേണ്ടി വന്നേക്കാം, എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടി വന്നേക്കാം, ചിലർക്കൊക്കെ തെറാപ്പി സെഷൻസിന് പോകേണ്ടി വന്നേക്കാം. അതൊന്നും ഒരു മോശമായി കാണേണ്ട കാര്യമില്ല. നമുക്ക് സമാധാനം കിട്ടാനായിട്ട്, നമ്മൾ വളരെ ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട്, നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആവാനായിട്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന ആ താണ രീതിയിൽ നിന്ന് മാനസികമായിട്ടൊന്ന് ഉയരാനായിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് ചിലവാക്കേണ്ടി വന്നാൽ അതൊരു നഷ്ടമായിട്ട് കരുതേണ്ടതില്ല. യുവർ മൈൻഡ് റൺസ് യുവർ ലൈഫ് എന്നാണ് പറയുക. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ജീവിതത്തിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ കഴിയുള്ളൂ, അതും ഫാസ്റ്റായിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈസ ചിലവാക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. പിന്നെ പൈസ ചിലവാക്കാൻ മടിക്കേണ്ടാത്ത കാര്യമാണ് റെസ്റ്റ് ആൻഡ് റീചാർജ്. മാസത്തിലൊരിക്കലൊക്കെ നമുക്കൊന്ന് സ്പാ ചെയ്യാൻ വേണ്ടി നല്ല പാർലറുകളിൽ പോകുന്നത്, നമുക്ക് കുറച്ച് ബോഡി മസാജൊക്കെ കിട്ടുക, നല്ല ആയുർവേദിക് മസാജുകളൊക്കെ തരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയിട്ടൊരു ഓയിൽ മസാജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമല്ലേ, നമ്മളെ ഇങ്ങനെ ധാര ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ. നമുക്ക് ആയുർവേദ രീതിയിലൊക്കെ നമ്മളെ മനസ്സിന് ശാന്തി തരാൻ നമുക്ക് ബോഡി മസാജൊക്കെ നമ്മുടെ ബോഡിയും ശരീരവും മനസ്സും എല്ലാം ഒന്ന് റീഫ്രഷായി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ടേക്ക് കെയർ ചെയ്യുന്നത്, നമുക്ക് മനസ്സിന് കുറച്ച് ശാന്തി കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പൈസ ചിലവാക്കുന്നത് ഒരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് വീക്കെൻഡ്സിൽ എവിടേക്കെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്നത്. അത് ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ഔട്ടിങ്ങൊക്കെ, അതിനൊക്കെ വേണ്ടി പൈസ ചിലവാക്കുന്ന ഒരു നഷ്ടമായി കണക്കാക്കേണ്ടതില്ല. അതൊക്കെ നമുക്ക് നാളെ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളതാണ് ടൂൾസ് ദാറ്റ് ആംപ്ലിഫൈ യുവർ വർക്ക്. നമ്മൾ ചെയ്യുന്ന ജോലി സഹായിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ആവശ്യം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കേണ്ടി വരികയായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടൻറ്റ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലൈറ്റ്, നല്ല ഫോണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമായി വരും അല്ലേ. അപ്പോൾ നല്ലൊരു നിങ്ങളൊരു വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നല്ലൊരു ടേബിള്, നല്ലൊരു ലാപ്ടോപ്പ്, ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത് ഒരു നഷ്ടമായി കരുതേണ്ടതില്ല. നല്ല ക്വാളിറ്റിയുള്ള, സൗണ്ട് ക്വാളിറ്റിയുള്ള ഒരു മൈക്കൊക്കെ മേടിക്കേണ്ടി വരികയാണെങ്കിൽ അതൊന്നും ഒരു നഷ്ടമല്ല. കാരണം നമ്മുടെ ചെയ്യുന്ന വർക്കിനെ കൂടുതൽ നന്നാക്കാനായിട്ട് ആണ് നമ്മൾ ആ പൈസ ചിലവാക്കുന്നത്. അപ്പോൾ അതൊരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല. പിന്നെയുള്ളതാണ് ഫിറ്റ്നസ് ആൻഡ് മൂവ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ട്, അപ്പോൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്, അപ്പോൾ അതിന് നമുക്ക് ഫീസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കൊടുക്കുന്നതൊരു നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈസ ചിലവാക്കുന്നത്. കോച്ചിങ്ങിന് പോകുന്നത്, ജിമ്മിൽ പൈസ കൊടുക്കുന്നത്, ഒരു ഡയറ്റീഷ്യനെ വെക്കുന്നത്, അതൊന്നും നമുക്കൊരു നഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിന് ചേരുന്നത്, നമ്മൾ നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. ലോ ആയിട്ടുള്ള എനർജി വെച്ചിട്ട് നമുക്ക് ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ശരീരം നന്നാക്കാൻ, നമ്മുടെ മനസ്സ് കുറച്ചുകൂടി പീസായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൈസ ചിലവാക്കുന്നത് ഒരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുക. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് അപ്പിയറൻസ് ആൻഡ് ഗ്രൂമിങ്. നല്ല ഒരു പാർലറിൽ പോയി നന്നായിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ പെഡിക്യൂറ് മാനിക്യൂറൊക്കെ ചെയ്യുന്നത്, നമ്മുടെ ബോഡിയെ നന്നാക്കി വെക്കുന്നത്, അതുപോലെ നല്ല ഒരു കടയിൽ പോയിട്ട് നല്ല വസ്ത്രം എടുക്കുന്നത്,
അതൊക്കെ നമ്മുടെ അപ്പിയറൻസ് നന്നാക്കുന്നത്, നല്ലൊരു ചെരുപ്പ് മേടിക്കുന്നത്, നമ്മുടെ ആക്സസറീസ് നല്ലത് കാശ് കൊടുത്ത് മേടിക്കുന്നത്, അതിനൊക്കെ പൈസ ചിലവാക്കുന്നതിന് ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണ്, നമ്മൾ നല്ല രീതിയിൽ നമ്മളെ പ്രസൻറ്റബിളായിട്ട് വെക്കുകയാണ്. നമ്മുടെ അപ്പിയറൻസ് നന്നായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാക്കുന്നത് ഒട്ടും മോശം കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആരെ മീറ്റ് ചെയ്യുമ്പോഴും. അപ്പോൾ നമ്മളെ കാണാൻ നന്നായിരിക്കുന്നത്, നമ്മുടെ അപ്പിയറൻസ് നന്നായിരിക്കുന്നത്, എന്തുകൊണ്ടും നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കുന്നതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുക. പിന്നെയുള്ള കാര്യമാണ് ഡെലിഗേഷൻ ആൻഡ് ഔട്ട്സോഴ്സിങ്. നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, നിങ്ങൾ ജോലിയും ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഒറ്റയ്ക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ഇതായിരിക്കും. അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ ഹയർ ചെയ്യുന്നത് അതൊരിക്കലും ഒരു നഷ്ടമായി കണക്കാക്കേണ്ടതില്ല. നമുക്കൊരു അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യം വന്നേക്കും. അപ്പോൾ അതിന് വേണ്ടി പൈസ ചിലവാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് മദറാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് വീട്ടിൽ ഹെൽപ്പിന് ഒരാളെ വെക്കുന്നത്, അതിനൊക്കെ കൊടുക്കുന്ന ക്യാഷ് ഒരു അനാവശ്യ ചിലവായിട്ട് കണക്കാക്കേണ്ടതില്ല. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്, നമ്മൾ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമയം കിട്ടുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ നമുക്ക് ആ സമയം ലാഭിക്കാൻ വേണ്ടി കുറച്ച് പൈസ ചിലവാക്കുന്നത് ഒരു തെറ്റായി കണക്കാക്കേണ്ടതില്ല. പിന്നെ പൈസ ചിലവാക്കാൻ മടിക്കേണ്ടാത്ത ഒരു കാര്യമാണ് എക്സ്പീരിയൻസസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യുന്നത്. റൈറ്റ് വ്യൂ ആണ് റൈറ്റ് പാത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കൊരു റൈറ്റ് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ യാത്രകൾ ചെയ്യണം, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം, എല്ലാവരുടെയും വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ ഒന്ന് മാറാനും നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ലോകത്തെ നോക്കി കാണാനൊക്കെ നമ്മളെ സഹായിക്കും അത്. അപ്പോൾ അങ്ങനെ യാത്രകൾ ചെയ്യുന്നത്, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്, നമ്മൾ ഇൻസ്പയറിംഗ് ആയ ആളുകളെ കണ്ടുമുട്ടുന്നത്, അതിനൊക്കെ വേണ്ടി നമുക്ക് കുറച്ച് ക്യാഷ് ചിലവായാലും അത് ഒരു നഷ്ടമായി കണക്കാക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്നതിനൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ പൈസ ചിലവാക്കാൻ മടിക്കേണ്ടാത്തൊരു സംഭവമാണ് നോളജ്, അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കണം, നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട് വിചാരിക്കും, അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി പഠിക്കണം എന്നുണ്ട് വിചാരിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടി പൈസ ചിലവാക്കുകയാണെങ്കിൽ അതൊരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല. നമ്മൾ ആ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചിലവായ പൈസയുടെ 10 ഇരട്ടി ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നത്, കുറേ ബുക്സ്, നമുക്ക് അറിവ് തരുന്ന ബുക്സുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് ചിലവാക്കുന്നത്, അതൊന്നും ഒരു നഷ്ടമായി കണക്കാക്കേണ്ടതില്ല. അതൊക്കെ നമുക്ക് അറിവ് പകരാൻ വേണ്ടി നമ്മൾ എത്ര പൈസ ചിലവാക്കിയാലും അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. അതിൽ നമ്മൾ പിശുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിലവായ പൈസ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കും, പക്ഷെ നമ്മൾ പാഴാക്കി കളയുന്ന സമയം നമുക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അർത്ഥവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി, മീനിങ് ഫുള്ളായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമായി കണക്കാക്കേണ്ടതില്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിന് വേണ്ടി, നമ്മുടെ ബ്രെയിനിന് വേണ്ടി, നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ പൈസ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത് ഒരു മോശം കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഇതൊക്കെ നമ്മളെ ലെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളെ ലെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷ് ചിലവാക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് വേണം നമ്മൾ കണക്കാക്കുക. അതൊക്കെ നമ്മൾ ഇറക്കുന്ന മുടക്കുമുതലാണ്. നമുക്ക് നാളെ അതിൻ്റെയൊക്കെ ലാഭം നമുക്ക് കോമ്പൗണ്ട് ചെയ്യപ്പെടും, തിരിച്ച് കിട്ടും നമുക്ക്.